1992 ഡിസംബർ 6 എന്നതുപോലെ തന്നെ ബാബറി മസ്ജിദ് ധ്വംസനത്തിൻ്റെ ദിവസം പോലെ തന്നെ ഇന്ത്യയുടെ പാർലമെൻ്ററി ചരിത്രത്തിലെ, ഇന്ത്യയുടെ ജനാധിപത്യ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഇരുണ്ട ദിനങ്ങളിലൊന്നായി ഈ ദിവസം അടയാളപ്പെടുത്തപ്പെടുമെന്നതിൽ സംശയമില്ല. പാർലമെൻറ്റിനകത്ത് ശക്തമായ ഡിബേറ്റാണ് വഖഫ് ബില്ലിന്മേൽ നടത്തിയത്. ഇതിൻ്റെ ജനാധിപത്യ വിരുദ്ധതയും ഭരണഘടനാ വിരുദ്ധതയും തുറന്നു കാണിക്കാൻ എല്ലാ പ്രതിപക്ഷ പാർട്ടികൾക്കും അങ്ങേറ്റം സാധിച്ചു എന്നുള്ളത് ഏറ്റവും അഭിമാനകരമായ കാര്യമാണ്. ഇത് അങ്ങേറ്റം അൺകോൺസ്റ്റിറ്റ്യൂഷണലാണ്. ഭരണഘടനാ വിരുദ്ധമായ നിയമമാണ് ഇവർ പാസ്സാക്കിയിരിക്കുന്നത്. ഭൂരിപക്ഷം നമ്പർ വെച്ച് പാസ്സാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് അവരുടെ അന്തിമമായ വിജയം എന്ന നിലയിൽ കാണേണ്ടതില്ല. ശക്തമായ നിയമ നടപടികൾ സ്വാഭാവികമായിട്ടും കോടതിയിൽ ഭരണഘടനയെ സംരക്ഷിക്കാനുള്ള അന്തിമ ബാധ്യതയുള്ള കോടതിയുടെ മുമ്പിൽ ഇത് ചോദ്യം ചെയ്യപ്പെടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ നോക്കൂ, ഈ പാർലമെൻറ്റിനകത്ത് BJPക്കൊപ്പം NDAയ്ക്കൊപ്പം മുൻകാലങ്ങളിൽ നിന്ന് AIDMK, BJD, YSRCP ഉൾപ്പെടെയുള്ള നിരവധി പാർട്ടികൾക്ക് ഇതിനെതിരെ ശക്തമായി വോട്ട് രേഖപ്പെടുത്താനും അഭിപ്രായം പറയാനും സാധിച്ചു എന്നുള്ളത് കൂടി കാണണം. അതുകൊണ്ട് ഇന്ത്യ ബ്ലോക്കിൻ്റെ ഒരു യൂണിറ്റിക്ക്, പുനരേകോപനത്തിന് കൂടി സഹായകരമായ ബില്ലെന്ന നിലയിൽ കൂടി ഇതിന് കാണണം. എന്തായാലും ഈ നിയമത്തിനെതിരായ പോരാട്ടം ഇനിയും ശക്തമായി ജനാധിപത്യപരവും നിയമപരവുമായ എല്ലാ വഴികളിലൂടെയും തുടരേണ്ടതാണ് നമ്മുടെ എല്ലാം ഉത്തരവാദിത്വം.